www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുർക്കിയിൽ നിന്നും ഇന്ന് KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുക്കുന്നു. TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്നുള്ള പരസ്യ പ്രസ്താവനകൾ VS-നെതിരെ നടപടി വേണ്ടെന്ന് കേന്ദ്ര നേതൃത്വം. കൊച്ചി മെട്രോ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. അഞ്ചേരി ബേബി വധക്കേസ് വിചാരണവേളയിൽ അട്ടിമറിക്കപ്പെട്ടതിന് തെളിവുകൾ ലഭിച്ചു. ഇടുക്കി ജില്ലാ കോടതിയുടെ വിധിന്യായത്തിലാണ് അട്ടിമറിച്ചതായി തെളിവുകൾ ലഭിച്ചത്. രാജ്യത്ത് പെട്രോൾ വില കുറയുമെന്ന് കേന്ദ്ര ധനമന്ത്രി പ്രണബ് മുഖർജി. കാർഷിക മേഖലയിൽ പ്രവാസികൾക്കായി നൂതന കർമ്മ പദ്ധതികൾ മന്ത്രി KP മോഹനൻ. ഷാർജയിൽ തീപിടുത്തം, നിരവധി മലയാളികളുടെ സ്ഥാപനങ്ങൾ കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് പരസ്യ പ്രസ്താവനകളെടുത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കേണ്ടെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. എല്ലാം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറയുമെന്ന് യോഗത്തിനുശേഷം VS മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ അവസാനിച്ചു. അഞ്ചേരി ബേബി വധക്കേസ് വിചാരണവേളയിൽ അട്ടിമറിക്കപ്പെട്ടതിന് തെളിവുകൾ ലഭിച്ചു. ഇടുക്കി ജില്ലാ കോടതിയുടെ വിധിന്യായത്തിലാണ് കേസ് അട്ടിമറിച്ചതായി പരാമർശിക്കുന്നത്. CPM പ്രവർത്തകർ പ്രതികളായ കേസിൽ FIR കോടതിയിലെത്താൻ വൈകിയെന്ന് വിധിന്യായത്തിൽ പറയുന്നു. ഇത് തെളിവുകളുടെ സ്ഥിരീകരണ സ്വഭാവം നഷ്ടപ്പെടുത്തി. പോലീസിന് മൊഴി നൽകിയ 3 ദൃക്സാക്ഷികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കി. വിചാരണവേളയിൽ 3 സാക്ഷികൾ കൂറുമാറി. ദൃക്സാക്ഷി മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നു. കാർഷിക മേഖലയിലേക്ക് പ്രവാസികളെയും ആകർഷിക്കാൻ നൂതന കർമ്മ പദ്ധതികൾക്ക് തുടക്കമിട്ടതായി മന്ത്രി KP മോഹനൻ പറഞ്ഞു. കൃഷി ചെയ്യാനുള്ള സന്നദ്ധതയും ഭൂമിയുമുണ്ടെങ്കിൽ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക രംഗത്ത് പ്രവാസികൾ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും മന്ത്രി വാഗ്ദാനം ചെയ്തു. ഹൈടെക് കൃഷി വ്യാപകമാക്കി പച്ചക്കറിയുടെ കാര്യത്തിൽ 1.5 വർഷത്തിനകം സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തരിശുനിലങ്ങൾ കൃഷിഭൂമിയാക്കി കാർഷികോൽപാദനം കൂട്ടും. വിദേശ രാജ്യങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയ സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വെള്ളത്തിന്റെ ഉപയോഗം പരമാവധി കുറച്ച് ഉൽപാദനം കൂട്ടുന്നതാണ് ഇതിലൊന്ന്. ജൈവ രീതിയിലുള്ള കൃഷി പ്രോത്സാഹിപ്പിച്ച് മികച്ച കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. ഗുജറാത്തിൽ വീണ്ടും മോഡി വിരുദ്ധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സഞ്ജയ് ജോഷിയുടെ രാജിയോടെ BJPയിൽ ഒതുങ്ങിയെന്നു കരുതിയ വിഭാഗീയത കൂടുതൽ മറനീക്കി പുറത്തുവരുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വികാരം പാർട്ടി അണികളിൽ നിലനിൽക്കുന്നതായാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മോഡിക്കെതിരായും സഞ്ജയ് ജോഷിക്ക് അനുകൂലമായുള്ള പോസ്റ്ററുകളും ബാനറുകളും ഗുജറാത്തിൽ ഞായറാഴ്ച രാവിലെ പ്രത്യക്ഷപ്പെട്ടു. രാജ്കോട്ടിൽ BJPയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്ന സ്ഥലത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതുകൂടാതെ സംസ്ഥാനത്തെ പത്രങ്ങളിൽ സഞ്ജയ് ജോഷിക്ക് അനുകൂലമായ പരസ്യങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പരസ്യങ്ങളിലൊന്ന് ജോഷിക്കെതിരെ പാർട്ടി സ്വീകരിച്ച തെറ്റായ നടപടികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു. എന്നാൽ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അവ പാർട്ടി പ്രവർത്തകർ നീക്കം ചെയ്തു. പുതിയ പോസ്റ്ററുകൾ സംബന്ധിച്ച് പ്രതികരിക്കാൻ BJP ദേശീയ നേതൃത്വവും തയ്യാറായില്ല. ജോഷിക്കെതിരെ കടുത്ത അസംതൃപ്തിയാണ് മോഡിക്കുള്ളത്. ജോഷി ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് രാജിവെക്കാതെ മുംബൈയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പോലും മോഡി തയ്യാറായിരുന്നില്ല.
കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്ക് കേന്ദ്ര അനുമതി വൈകിയാലും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കൊച്ചി മെട്രോ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ. ഇപ്പോൾ ടെൻഡർ വിളിച്ചാൽ മഴ കഴിയുമ്പോഴേക്കും നിർമ്മാണം തുടങ്ങാനാവും എന്നാണ് പ്രതീക്ഷ. മെട്രോ പദ്ധതിക്ക് ഫണ്ട് ലഭിക്കുന്നതിന് തടസ്സമില്ല. കോഴിക്കോട് മോണോ റെയിൽ പദ്ധതി കൊച്ചി മെട്രോയ്ക്ക് മുമ്പ് ആരംഭിക്കാനാകുമെന്നും ഇ ശ്രീധരൻ കൊച്ചിയിൽ പറഞ്ഞു. കോഴിക്കോട് മോണോ റെയിലിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. തിങ്കളാഴ്ച സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്നതിന് ആനുപാതികമായി രാജ്യത്തെ പെട്രോൾ വില കുറയുമെന്ന് ധനമന്ത്രി പ്രണബ് മുഖർജി പറഞ്ഞു. ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും സാമ്പത്തിക വളർച്ച കുറയുമെന്ന സൂചനകൾക്കിടയിൽ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കഴിഞ്ഞ ആഴ്ചകളിൽ കാര്യമായി ഇടിഞ്ഞിരുന്നു. ന്യൂയോർക്ക് വിപണിയിൽ വീപ്പക്ക് $82 എന്ന നിലയിലേക്ക് ഇന്നലെ പെട്രോൾ വില താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ വീപ്പക്ക് $107 ആയിരുന്ന ബ്രെന്റ് ക്രൂഡിന് $98.21 വില കുറഞ്ഞു. ഇതിന്റെ വെളിച്ചത്തിലാണ് ധനമന്ത്രിയുടെ പ്രതികരണം. മെയ് 24 പെട്രോൾ വില ലിറ്ററിന് 7.50 രൂപയോളം കൂട്ടിയ ശേഷം പിന്നീട് ലിറ്ററിന് 2 രൂപ കുറച്ചിരുന്നു. പെൻഷൻ ബില്ലിനെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമത ബാനർജിയുമായി ചർച്ച നടത്തുമെന്നും പ്രണബ് മുഖർജി പറഞ്ഞു. നേരത്തെ ബില്ലിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്ന് തൃണമൂൽ ആവശ്യപ്പെട്ടിരുന്നു. ഷാർജയിൽ റോളയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളുടെ സ്ഥാപനങ്ങൾ കത്തിനശിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തുള്ള ഗേറ്റ് ബിൽഡിംഗിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ല. വൻ സാമ്പത്തിക നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ പാവറട്ടി സ്വദേശി ഷെരീഫ് നടത്തുന്ന ദാറുൽ റുഖിയ എന്ന പുസ്തക വിൽപ്പനശാലയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. സമീപത്ത് മഞ്ചേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് നടത്തുന്ന സ്റ്റുഡിയോ, മലപ്പുറം സ്വദേശി അസീസിന്റെ ഹൈഫ ഗ്ലാസ് സ്റ്റോർ എന്നിവയിലേക്കും തീ പടർന്നു. ഇതിൽ ബുക്ക് ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ഇവിടെയുണ്ടായിരുന്ന കളർ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, അനവധി പുസ്തകങ്ങൾ, മറ്റു പഠനോപാധികൾ എന്നിവ തീ വിഴുങ്ങി. മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. സ്വർണവില ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. സ്വർണവില ഇന്നലെ പവന് 240 രൂപ വർദ്ധിച്ച് 21,840 രൂപയായിരുന്നു. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 2,730 രൂപയായിരുന്നു. വെള്ളി കിലോഗ്രാമിന് 54,000 രൂപയാണ് ഇന്നലത്തെ നിരക്ക്. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങൾ. കേരളത്തിൽ ഇന്നിറങ്ങിയ സിറാജ് ദിനപത്രം. സിറാജ് ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ സ്മാർട്ട് സിറ്റി 1ാം ഘട്ടം 18 മാസത്തിനകമെന്ന് മുഖ്യമന്ത്രി, 2 കൊല്ലം വേണമെന്ന് ടീകോം എന്ന വാർത്തയാണ് സിറാജ് ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ ഏറ്റവും മുകളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി നിലവിൽ വരുന്നതിന്റെ ഒരു സൂചനയാണ് 18 മാസത്തിനകം 1ാം ഘട്ടം പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാർത്തയാണ് സിറാജ് ദിനപത്രത്തിന്റെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുനരന്വേഷണത്തിന് സാധ്യതയേറി എന്ന വാർത്തയാണ് സിറാജിലെ ഏറ്റവും മെയിൻ ഹെഡിംഗ് ആയി സിറാജ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കൊല്ലപ്പെട്ട CPM BJP പ്രവർത്തകരുടെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് എന്ന് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. KT ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിന്റെ കേസന്വേഷണം ഒരു പുനരന്വേഷണത്തിന് സാധ്യത ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല അസിസ്റ്റന്റ് നിയമനം, മുൻ VC ഉൾപ്പെടെ 7 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്ന ഒരു വാർത്തയും കൂടി സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ ബംഗ്ലാവ് സച്ചിൻ നിരസിച്ചു എന്ന മറ്റൊരു വാർത്തയും സിറാജ് ദിനപത്രത്തിന്റെ മറ്റൊരു പേജിലായി റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ നൽകുന്ന ബംഗ്ലാവിൽ താമസിക്കാനാകില്ലെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ MP എന്നൊരു വാൽകഷ്ണം കൂടെ സച്ചിന്റെ പിന്നാലെ ചേർന്നിരിക്കുകയാണ്. വെറും ക്രിക്കറ്റ് താരം മാത്രമായിരുന്ന സച്ചിൻ ഇപ്പോൾ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സർക്കാർ ബംഗ്ലാവിൽ താമസിക്കുന്നത് നികുതിദായകരുടെ പണം ദുർവ്യയം ചെയ്യലാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ മറ്റൊരു വാർത്തയാണ് സിറാജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജമൈക്കൻ മയക്കുമരുന്ന് രാജാവിന് 23 വർഷം കഠിന തടവ് എന്നൊരു വാർത്ത സിറാജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വാഷിംഗ്ടണിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജമൈക്കൻ മയക്കുമരുന്ന് രാജാവെന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ക്രിസ്റ്റീവൻ സുഡസ്
കോക്കിന് 23 വർഷത്തെ കഠിന തടവ്, മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വിചാരണ നേരിടുന്ന ക്രിസ്റ്റഫനിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയാണ് നൽകിയതെന്ന് ജഡ്ജി വ്യക്തമാക്കി. അമേരിക്ക കേന്ദ്രമാക്കി അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ മാതൃഭൂമി KT ജയകൃഷ്ണൻ വധം പിടിയിലായവരിൽ യഥാർത്ഥ പ്രതി ഒരാൾ മാത്രമാണ് എന്ന് TK രജീഷിന്റെ മൊഴിയാണ് ഏറ്റവും പ്രധാന വാർത്തയായി മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ 5 കൊലക്കേസുകളിൽ പോലീസ് വിവരം ശേഖരിച്ചു തുടങ്ങി എന്ന മറ്റൊരു വാർത്തയും മാതൃഭൂമിയുടെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, പാലോളി മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്ത മറ്റൊരു ഫോട്ടോയും മാതൃഭൂമി ഫസ്റ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. VSനെതിരെ നടപടി ചർച്ച ചെയ്തില്ല എന്ന വാർത്തയും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളം നടുങ്ങിയ ക്രൂരത എന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധത്തെക്കുറിച്ച് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ആവശ്യമെങ്കിൽ പുനരന്വേഷണം നടത്താമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഒരു റിപ്പോർട്ടും പ്രസ്താവനയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ മലയാള മനോരമ ഇറങ്ങിയിരിക്കുന്നത് ഭൂമി മലയാളത്തിന് പച്ചപ്പിന്റെ കുടവിരിഞ്ഞു എന്ന വാർത്തയാണ് മലയാള മനോരമയുടെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷുക്കൂർ വധം TV രാജേഷിനെയും P ജയരാജനെയും ചോദ്യം ചെയ്തേക്കും. കണ്ണൂരിൽ ഷുക്കൂർ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഷുക്കൂർ വധിക്കപ്പെട്ട കേസിൽ രാജേഷിനെയും P ജയരാജനെയും ചോദ്യം ചെയ്തേക്കുമെന്നൊരു സൂചനയാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. VS നടപടിക്ക് PB തയ്യാറില്ല എന്ന മറ്റൊരു വാർത്തയാണ് ഏറ്റവും പ്രധാനമായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. VSനെതിരെ നടപടിയെടുക്കാൻ പോളിറ്റ് ബ്യൂറോ പേടിക്കുന്നു എന്നൊരു സൂചനയാണ് മലയാള മനോരമ നൽകുന്നത്. ജയകൃഷ്ണൻ വധം ഒരാൾ മാത്രം യഥാർത്ഥ പ്രതി, മറ്റുള്ളവരെ പാർട്ടി നൽകിയതെന്ന് രജീഷിന്റെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പിടിക്കപ്പെട്ട രജീഷിന്റെ മൊഴിയാണ് മറ്റൊരു വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുർക്കിയിൽ നിന്നും തുർക്കി വിശേഷങ്ങളും അതുപോലെ PMK ഫേസിയുടെ ജ്വലിക്കുന്ന സ്മരണകൾ ആവിറക്കിക്കൊണ്ട് KMC ന്യൂസ് ടൈമിനോട് സംസാരിക്കുന്നു. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഇന്ന് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാന്തപുരം ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലേ? KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. തുർക്കിയിലാണല്ലോ അങ്ങുള്ളത്. ഇപ്പൊ തുർക്കിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താവശ്യത്തിന് വേണ്ടിയാണ് തുർക്കിയിലേക്ക് പോയിട്ടുള്ളത്? അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാഹ്, തുർക്കി പണ്ട് ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് 90% നടക്കുന്ന വലിയൊരു അറിയപ്പെട്ട നാടായിരുന്നു. അതിനുശേഷം കമാൽ പാഷ തുർക്കി വന്നതിന് ശേഷം പരിശുദ്ധ ഖുർആൻ കരിക്കുകയും പള്ളികൾ മുഴുവനും അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. ഉലമാക്കളെ ധാരാളമായി കൊലപ്പെടുത്തിയിരുന്നു. ഖുർആൻ കാണാൻ പാടുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലേക്ക് ഈ നാടിനെ എത്തിക്കുകയും അതിനുശേഷം അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും ഇസ്ലാം മതം
കൂടുതൽ ഈ നാട്ടിൽ പ്രചരിക്കുകയും ഒരുപാട് ഫത്ഹ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനമായ ഒരു കാരണം ഉലമാക്കളിൽ അന്നും എതിർത്തു നിന്ന മഹാപണ്ഡിതനും വലിയും ആയിരുന്ന ബദിഉസ്സമാൻ സയ്യിദ് നവസി എന്ന പണ്ഡിതനായി. ഇന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ലക്ഷക്കണക്കിന് ആളുകൾ തുർക്കിയിൽ ഉണ്ട്. റിസാലത്തുന്നൂർ എന്നാണ് അവരുടെ സംഘടനക്ക് തന്നെ പേര്. അങ്ങനെ പേര് വരാൻ കാരണം അദ്ദേഹം ജയിലിൽ വെച്ചും പുറത്തു വെച്ചും ധാരാളം റിസാലകൾ എഴുതിയിട്ടുണ്ട്. അത് മിക്കവാറും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും ഉണ്ട്. അതിൽ തൗഹീദ് മുഴുവൻ കാര്യങ്ങളും വിശദമായി അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വിവരിക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ നിലനിർത്തേണ്ടുന്ന എല്ലാ ആവശ്യകതകളും ഖുർആനിന്റെ വജിദത്തുകളും വളരെ വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രചാരകരായി ശിഷ്യന്മാർ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ആ സംഘടനയാണ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അവർ മർക്കസ് സഖാഫത്ത് ശനിയിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സംഘം. അവിടെ വെച്ച് വലിയ ഒരു സെമിനാർ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മസ്ജിദുൽ ആസാറിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ ആ നിവേദക സംഘത്തിന്റെ പ്രധാന വ്യക്തികളായ പണ്ഡിതന്മാർ സംബന്ധിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ് അവർ ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഇവിടെ അവർ എല്ലാ സ്ഥലത്തും പ്രത്യേകം മജ്‌ലിസുകൾ ഏർപ്പെടുത്തുകയും വലിയ പൗരമുഖ്യന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും എഞ്ചിനീയർമാരെയും മറ്റ് വലിയ പ്രൊഫസർമാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർ പകുതി ഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളത്. അറബി അറിയുന്നവരും കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലോ അറബിയിലോ മാത്രം സംസാരിച്ചാൽ മതിയാകാത്തത് കൊണ്ട് എല്ലാ സദസ്സിലും പരിഭാഷകനായി അറബി ഭാഷ പരിഭാഷപ്പെടുത്തുന്ന ഒരു പണ്ഡിതനെ അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവളോടുകൂടി അദ്ദേഹം ഇപ്പോൾ ഇസ്തംബൂളിൽ നിന്നും ഇന്നലെ പുറപ്പെട്ട് 1.5 മണിക്കൂർ പ്ലെയിൻ യാത്ര ചെയ്യുകയും മറ്റൊരു സ്ഥലത്ത് വാഹി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയെല്ലാം ഇസ്ലാമിന്റെ അൽഹംദുലില്ലാഹ് നന്നായി നടക്കുന്നുണ്ട്. സുന്നി പ്രാസ്ഥാനിക രംഗത്ത് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നൂറ്റാണ്ടുകാലം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പണ്ഡിത തേജസ്സാണ് നമ്മോട് വിടവാങ്ങിയ PMK ഫൈസി. അങ്ങയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന PMK ഫൈസിയെ കുറിച്ച് ഏതാനും വാക്കുകൾ. അതെ, അതിൽ സംശയം ഇല്ല. നല്ല ഒരു എഴുത്തുകാരനും ചുരുങ്ങിയ വാചകത്തിലൂടെ കൂടുതൽ അർത്ഥങ്ങൾ അതിലേക്കുന്ന ലേഖകനും എഴുത്തുകാരനുമായിരുന്നു. സംഘാടകനും ആണെന്നത് സംഘടനാ ശൈലിയിലും രൂപത്തിലും പലപ്പോഴും പലരും പല രീതിയിലായിരിക്കാം. ആ നിലക്ക് ഒരു രീതി മറ്റൊരാൾക്ക് സന്തോഷമായി തോന്നിയിട്ടുണ്ടാവാം, മറ്റു ചിലർക്ക് സന്തോഷമാവാതെയും വരാം. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ആർക്കും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ധാരാളം ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്.
അദ്ദേഹത്തിന് അവരുടെ പ്രത്യേകമായ കഴിവുകളും ഉണ്ടായിരുന്നു. ഫറൂഖിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ക്രിസന്റ് ഹോസ്പിറ്റൽ, അതിന്റെ ഉത്ഭവവും തുടക്കവും അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. ഇന്ന് വളർന്ന് വലുതായി ഡോക്ടർമാർ പലരും നടത്തുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം മർക്കസ് വന്ന് ഞാനുമായി ഒരുപാട് സംസാരിച്ച ശേഷം അവസാനമായി പറഞ്ഞത്, എനിക്ക് ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാനുണ്ട്. ആ മകൾക്ക് നല്ല ഒരു അനുയോജ്യമായ ഭർത്താവിനെ ലഭിക്കാനും ആ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്ത് അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എളുപ്പമാവാനും അല്ലാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നായിരുന്നു. ഇത് പറഞ്ഞു പോയിട്ട് 12 മണിക്കൂർ കഴിയുന്നതിനും 14 മണിക്കൂർ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അപകട വാർത്ത ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിന് യാതൊരു അസുഖവും കാര്യമായി ഉണ്ടായിരുന്നില്ല. ഹാർട്ടിന്റെ ചെറിയ അസുഖമുണ്ടെങ്കിലും അതെല്ലാം സുഖപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മകളുടെ വിവാഹ കാര്യം പ്രത്യേകമായി എടുത്ത് അദ്ദേഹം പറയുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്യുകയും ആയിരുന്നു. ഇത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ കൂടുതൽ വേദന വരികയാണ്. പക്ഷെ അള്ളാഹുവിന്റെ സാധിക്കായ അള്ളാഹുവിന് മാറ്റം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ. അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ ഖബറും സ്വർഗ്ഗവും കാത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ മകളെ നല്ല ഒരു ഭർത്താവിന്റെ കൂടെ അയച്ചു കൊടുക്കുന്നതിൽ സഹായിക്കാനും സഹകരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഏത് സൂഫി ഹാജി? ബഹ്റൈനിലുള്ള സൂഫി ഹാജിയുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇതുപോലെ ഒന്നിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തും ഖൗമുൽ കൗസറും അവർക്ക് നമുക്കും അല്ലാഹു നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു അവന്റെ പൊരുത്തത്തിനായി ഹയാത്ത് നേടിത്തരികയും ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ഇസ്സത്തും അല്ലാഹു ഏറ്റിയെടുത്ത് ചെയ്യുമാറാകട്ടെ. വിദേശത്ത് നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തനത്തോട് സഹകരിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. സൗദിയിലും കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഇമാറാത്ത്, ഒമാൻ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും, മലേഷ്യ, സിംഗപ്പൂർ, ഇന്ത്യയുടെ പുറത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പറയാം,
നമ്മുടെ സേവനത്തിൽ സഹായിക്കുന്നവരും അവർക്കെല്ലാം അല്ലാഹു തആല എല്ലാവിധ ഹൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നന്ദി KMIC ന്യൂസ് ടൈമിന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന്. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ തുർക്കിയിൽ നിന്നും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ വാക്കുകളാണ് KMIC ന്യൂസ് ടൈമിലൂടെ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇനി അവസാനമായി KMIC വാർത്തകൾ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് വണ്ടൂരിൽ നടക്കുന്ന വഹാബ് സഖാഫി മമ്പാടിന്റെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. തുടർന്ന് 9 മണിക്ക് നടക്കുന്ന ആത്മീയ മജ്ലിസും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. UAE സമയം 9:30 KMICയുടെ സ്പെഷ്യൽ പ്രോഗ്രാം മിറാജ് സന്ദേശവും പ്രസക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാസിറുദ്ദീൻ അൻവരി വടുതല എന്ന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രഭാഷണം നടത്തുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെയിലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.